ഹലോ എല്ലാവർക്കും നമസ്കാരം. ഒരു വൈകുന്നേര സമയത്ത് നമ്മളൊരു നല്ല വ്യൂ പോയിന്റ് കാണാൻ വേണ്ടി ആസ്വദിക്കാൻ വേണ്ടി കണ്ണൂർ ജില്ലയിലാണ് ഇപ്പോൾ ഉള്ളത്. കണ്ണൂർ ജില്ലയിലെ നല്ലൊരു ബ്യൂട്ടിഫുൾ പ്ലേസിൽ ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. ഒരുപാട് ആൾക്കാർ ടൂറിസ്റ്റുകൾ ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടും കുട്ടികളായിട്ടും ഒക്കെ വരുന്ന ഒരു അടിപൊളി വ്യൂ പോയിന്റ്. ഭയങ്കര ഉയർന്ന പ്രദേശം എന്ന് എനിക്ക് പറയാൻ പറ്റില്ല, എന്നാലും അത്യാവശ്യം നല്ല ഉയർന്ന പ്രദേശം. കയറി വരുന്നിടത്ത് തന്നെ നല്ല നിരപ്പായ സ്ഥലങ്ങളുണ്ട്. നമുക്ക് സേഫായിട്ട് ഭയങ്കര വലിയ ട്രക്കിംഗ് എന്ന് പറയാൻ പറ്റില്ല, ഒരുപാട് ബുദ്ധിമുട്ടാതെ കയറി വരാൻ പറ്റുന്ന ഒരു അടിപൊളി ട്രക്കിംഗ് ഒരു ഏരിയയാണ്. നല്ലൊരു വ്യൂ പോയിൻ്റാണ്. പാലക്കയം തട്ട് എന്നാണ് പേര്. കണ്ണൂർ ജില്ലയിൽ ആലക്കോടിനൊക്കെ അടുത്തായിട്ട് വരും. ആലക്കോടൊക്കെ കൂടിയാണ് നമ്മളിങ്ങ് വന്നത്. ആലക്കോടിനൊക്കെ അടുത്തായിട്ട് വരും. പാലക്കയം തട്ട് എന്നാണ് പ്രോപ്പർ പ്ലേസ്. ഒരു അടിപൊളി വ്യൂ പോയിൻ്റാണ്. ഈവനിങ് സൂര്യാസ്തമയം കാണാനും രാവിലെ സൺറൈസ് കാണാനും ഒക്കെ ഇവിടെ വന്നിരിക്കുകയാണെങ്കിൽ നന്നായിട്ട് കാണാൻ പറ്റും. നല്ല ഫോട്ടോഗ്രാഫിക്കും വീഡിയോഗ്രാഫിക്കും ഒക്കെ പറ്റിയ ഒരു സ്ഥലമാണ്. അതുപോലെ നല്ല കാറ്റുണ്ട്. ഒരുപാട് ആൾക്കാർ ഇവിടെ നമ്മൾ കയറി വരുന്ന സമയത്ത് ഒത്തിരി ആൾക്കാർ ഇവിടെ ബെഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട്. അത്യാവശ്യം ടൂറിസം വകുപ്പ് ഏറ്റെടുത്ത് മെയിൻറ്റെയിൻ ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥലമാണ്. നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ്. ഇവിടെ വേറെ കെട്ടിടങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം പ്രൈവസി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരുപാട് ഫാമിലീസ് ഇവിടെ ഈ ബെഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട്. അവിടെ ഇരുന്ന് വൈകിട്ട് ഓരോ സ്നാക്കൊക്കെ കഴിച്ച് സൂര്യാസ്തമയം കാണും, വർത്താനമൊക്കെ പറഞ്ഞിരിക്കും. നമ്മൾ കയറി വരുന്ന വഴിക്ക് ഒത്തിരി പേര് അങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളും അതുപോലെ വൈകുന്നേരം ആസ്വദിക്കാൻ വേണ്ടി ഇവിടെ എത്തിയതാണ്. വരും കാഴ്ചകൾ കാണാം. ഇത് താഴേന്ന് നടന്ന് കയറി തുടങ്ങുന്ന സ്ഥലമാണ്. ഈ ഒരു വഴി കൂടെയാണ് നമ്മൾ നടന്ന് കയറി പോകുന്നത്. വീഴാനുള്ള ചാൻസോ തെന്നി വീഴാനുള്ള ചാൻസോ ഒന്നുമില്ല കേട്ടോ. ഈ ഒരു സ്ഥലം കിടക്കുന്നത് കണ്ടിട്ട് നിങ്ങൾ അങ്ങനെ ഒരു ഡൗട്ട് അടിക്കണ്ട. നമുക്ക് സേഫായിട്ട് തന്നെ കയറി പോകാൻ പറ്റുന്ന എല്ലാവർക്കും കയറാം. ഒരുപാട് പ്രായമായവരും ഒക്കെ നടന്ന് കയറുന്നുണ്ട്. ഇതാണ് കയറി പോകുന്ന സ്റ്റാർട്ടിങ് ഏരിയ. താഴെ കയറുന്നതിന് മുമ്പായിട്ട് അവിടെ ഒരു ചെറിയ കടയൊക്കെ ഉണ്ട്. വെള്ളമൊക്കെ വേണമെങ്കിൽ നമുക്ക് അവിടുന്ന് വാങ്ങി അത് കരുതിക്കൊണ്ട് പോകാം. ഞങ്ങൾ കയറാൻ നേരത്ത് അവിടുത്തെ ചേട്ടൻ പറഞ്ഞു വെള്ളം വാങ്ങിക്കൊണ്ട് പോകുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോഴത്തേക്കും ദാഹിക്കും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ വെള്ളം പിടിച്ചുകൊണ്ട് പോകാൻ കഴിയലാഞ്ഞിട്ട് എനിക്ക് പിന്നെ മിനറൽ വാട്ടർ വാങ്ങുന്നത് വലിയ താല്പര്യമില്ല. ഞാൻ എപ്പോഴും തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴോ അല്ലെങ്കിൽ വെള്ളം എടുത്തിട്ടാണ് ഇറങ്ങാറ് ഇപ്പോൾ കുറച്ച് നാളായിട്ട്. പക്ഷെ നമ്മൾ വെള്ളമൊന്നും ആവശ്യം വന്നില്ല. നല്ല കാറ്റുണ്ട്. ഇവർ ട്രക്കിങ്ങിന് നടന്നു കയറി വരുന്നുണ്ട് കേട്ടോ. നമ്മൾ പകുതി ദൂരം ആയിട്ടില്ല, നടന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇവിടെ ഒരു ഫോട്ടോ ഫ്രെയിമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ആൾക്കാർക്ക് വന്ന് ഇരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതേക്കെന്നാന്ന് തോന്നുന്നു. ഇവിടെ ഇരുന്ന് കാഴ്ചകൾ കാണാം, അതുപോലെ ഫോട്ടോ എടുക്കാനൊക്കെ ഒത്തിരി ആൾക്കാരുടെ വീഡിയോയിൽ ഈ ഒരു ഫോട്ടോ ഫ്രെയിമുണ്ട്. നല്ല കാറ്റുണ്ട് ഇവിടെ ഇരുന്നാൽ. അതുപോലെ നല്ല ഈ വ്യൂ ആസ്വദിച്ചുകൊണ്ടിരിക്കാൻ പറ്റും. ഇവിടെ ബെഞ്ച് ഇട്ടിട്ടുണ്ട്. പതുക്കെ നടന്നു കയറി അങ്ങ് പോകാം, ഇടയ്ക്ക് വിശ്രമിച്ച് പോകാം. ഒരുപാട് ആൾക്കാർ വരുന്ന ഒരു സ്ഥലമാട്ടോ ഇത്. ഇപ്പോൾ നമ്മൾ വൈകിട്ട് ഈ ബ്യൂട്ടിഫുൾ സൺസെറ്റ് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഇങ്ങോട്ടേക്കൊക്കെ വഴി ഉണ്ടായിരുന്നാണോ? അടഞ്ഞു പോയല്ലേ? അടഞ്ഞു പോയതല്ല, അടച്ചു വെച്ചേക്കുവാ. പിന്നെ ഇതിനെ വഴി ഉണ്ടാക്കിയേ? നേരത്തെ ഉണ്ടായിരുന്നോ? ഇവിടെ മുഖ്യമന്ത്രി 1 കോടി മുടക്കിയാണ് ഇത് പണിതേക്കുന്നത്. ആണോ? 1 കോടി മുടക്കിയതല്ല, ഈ ഇടയ്ക്ക് ടൂറിസം വകുപ്പ് ഇതിന്റെ ഡെവലപ്പിന് വേണ്ടി 1 കോടി ഡെവലപ്പിന് വേണ്ടി 1 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. ആണോ? ഓ അങ്ങനെ.
അത്യാവശ്യം നടന്നു കയറി നമ്മൾ മുകളിലെത്തി. ഇവിടെ എത്തിയപ്പോഴത്തേക്കും ഈ ഒരു കോർണറിൽ, അല്ല ഈ കോർണറിലല്ല, നല്ലൊരു കാറ്റ്. അപ്പോൾ ഇവിടെ ഇരിക്കാനും കുറച്ച് പാറയും സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് നേരം ഇരുന്നിട്ടൊക്കെ പിന്നെ മുന്നോട്ട് പോകാമെന്ന് കരുതി. അപ്പോൾ നമ്മളിവിടെ ഇരിക്കും. അങ്ങോട്ടേക്ക് ഇനിയും വഴി കിടക്കുന്നുണ്ട്. ഒരു കുരിശുപള്ളി കേട്ടോ നമ്മളിപ്പോൾ അവിടെ കണ്ടത്. വൈകുന്നേരങ്ങളിലൊക്കെ വർത്താനം പറഞ്ഞിരിക്കാനും കാറ്റ് കൊള്ളാനും, രാവിലെ ആണെങ്കിലും സെയിം. നല്ലൊരു സ്ഥലമാണ്. നല്ല കാറ്റുണ്ട്. നല്ല ഉയർന്ന പ്രദേശമായ കാരണം കാറ്റുണ്ട്. അവിടെ ഒരു ഫോട്ടോ ഫ്രെയിം കാണുന്നില്ല, അങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടെ ഒരുപാട് പേരും ഗ്യാങ് ആയിട്ടൊക്കെ ആട്ടോ വന്നിരിക്കുന്നത്. കുറേ നേരം അവരുടെ ടൈം സ്പെൻഡ് ചെയ്തോ. ഓരോ സ്ഥലത്തും കുറേ ഗ്യാങ് ആയിട്ട്, ഗ്യാങ് മീൻസ് ഫ്രണ്ട്സായിട്ട് വന്നേക്കുന്നവരുണ്ട്, ഫാമിലിയായിട്ട് വന്നേക്കുന്നവരുണ്ട്. അവർ വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ, അവരുടെ കയ്യിൽ കുറേ സ്നാക്സ് ഒക്കെ ഉണ്ട്. നോർത്ത് ഇന്ത്യയിൽ നിന്നും കർണാടകയിൽ നിന്നൊക്കെ വന്നേക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ കന്നഡയൊക്കെ സംസാരിക്കുന്ന കുറേ ആൾക്കാരെ ഞാൻ കണ്ടു. അപ്പോൾ അവരിങ്ങനെ ഓരോ കോർണറിൽ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് ഒരുപാട് ടൈം ഇവിടെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഈ സമയത്ത് വെളിച്ചമുണ്ട്, പക്ഷെ ചൂടോ വെയിലോ അങ്ങനെയൊന്നും ഫീൽ ചെയ്യുന്നില്ല. 3500 അടി ഉയരത്തിലാണ് ഈ ഒരു സ്ഥലം ഉള്ളത്. ഇവിടെ പാർക്കിങ്ങിനൊക്കെ ആയിട്ടാണെങ്കിലും സ്ഥലങ്ങളുണ്ട്. 2 വീലർ പാർക്കിങ്ങോ കാർ പാർക്കിങ്ങോ ഒക്കെ ഇഷ്ടംപോലെ സ്ഥലം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വാ നമുക്ക് കയറിക്കൊണ്ട് പറയാം. പാർക്കിംഗ് ഫീസ് 40 രൂപയുണ്ട് കാറിന്. അതെ, അതുണ്ട്. ടിക്കറ്റ് റേറ്റ് സെക്യൂരിറ്റി ഒക്കെ ഉണ്ട്, നോക്കാനും ഒക്കെ കാര്യങ്ങൾക്ക് വേണ്ടി സെക്യൂരിറ്റി ഒക്കെ ഉണ്ട്. അതുകൊണ്ട് സേഫാണ്. പിന്നെ നടന്ന് വിഷമിക്കണ്ട, ആ ഒരു പേടി വേണ്ട കേട്ടോ. ഒത്തിരി നടന്ന് കയറാനൊന്നും പറ്റിയില്ലാത്ത ആൾക്കാർക്കൊക്കെ ഇവിടെ ഈസി ആയിട്ട് കയറി വരാം. കൈവരികളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫോട്ടോ ഒക്കെ എടുക്കാനാണെങ്കിലും ഇവിടെ ഇരിപ്പിടം പോലെ ഉണ്ടാക്കിയിരിക്കുന്ന ഫോട്ടോ ഫ്രെയിംസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ ഈ കയറി പോകുന്നത് ഏറ്റവും മുകളിൽ, നമ്മളെ താഴെ നിന്നപ്പോൾ ഒരു ഫോട്ടോ ഫ്രെയിം കണ്ടില്ലേ, അവിടെയാണെന്ന് തോന്നുന്നില്ല ഇതിൻ്റെ എൻഡ്. ഓക്കെ, അപ്പോൾ അങ്ങോട്ടേക്ക് പോവാം. ഏറ്റവും മുകളിൽ പോയിട്ടുണ്ടെങ്കിൽ കൂടുതൽ നല്ല കാറ്റും ഏറ്റവും ടോപ്പിൽ നിന്ന് വ്യൂ ആസ്വദിക്കാനും പറ്റും. ഇതുപോലെയുള്ള ഒരുപാടല്ല, ഇപ്പം നമ്മൾ കൂടുതലായിട്ട് കണ്ണൂർ ജില്ലയെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് വരുന്നു. വേറെ ഇതുപോലെ നമ്മളൊരു കാട്ടിൽ പോയില്ലായിരുന്നോ, എൻ്റെ യൂട്യൂബിൽ കിടക്കുന്നുണ്ട്, സ്ഥലത്തിൻ്റെ പേര് മറന്നു പോയല്ലോ. നമ്മൾ ഒത്തിരി നടന്ന് ട്രക്കിംഗ് ചെയ്ത് പോയേ, കാടിൻ്റെ ഉള്ളിൽ കൂടെ പോയേ, പേര് കിട്ടുന്നില്ല. ഇതുപോലെയൊക്കെ തന്നെയുള്ള കുറച്ച് സ്ഥലങ്ങൾ ഇവിടെ ഉണ്ട്. നമ്മൾ കണ്ടുപിടിക്കണം. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്താണെങ്കിൽ ഒത്തിരി ആൾക്കാരോട് ചോദിക്കാറുമുണ്ട്, കാണുന്നവരോടൊക്കെ. പക്ഷേ അവർക്കാണേലും അത്ര അങ്ങോട്ട് പിടിയില്ല ഇവിടെ എന്തൊക്കെ ടൂറിസ്റ്റ് സ്പോട്ടാ കാര്യങ്ങളുള്ളതെന്നൊക്കെ. ടിക്കറ്റ് നിരക്ക് ഇവിടെ വരുന്നത് ഒരാൾക്ക് 35 രൂപയാണ്. കുട്ടികൾക്ക് എത്രയാന്ന് ഞാൻ നോക്കിയില്ല. എത്രയായിരുന്നു? 10 രൂപ. കുട്ടികൾക്ക് 10 രൂപ, മുതിർന്നവർക്ക് 17. 17 രൂപയോ? മുതിർന്നവർക്കോ? സീനിയർ സിറ്റിസൺസിന് 35 എഴുതിയേക്കണേ. അത് നമ്മളെപ്പോഴുള്ള അഡൽസിന്. ഓക്കെ, 12 വയസ്സിൽ താഴെയുള്ളവർക്ക് 10 രൂപയും 6 വയസ്സിന് മേലുള്ളവർക്ക് 17 രൂപയും. അപ്പോൾ ഇതൊക്കെയാണ് ടിക്കറ്റ് റേറ്റ് അവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ പേ ചെയ്തു ഓൾറെഡി. ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്ഥലമൊക്കെ കാണാമല്ലോ. പിന്നെ ഇവിടെ ഏതൊക്കെയോ ഹോം സ്റ്റേ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ആർക്കെങ്കിലും ഇവിടെ വന്നിട്ട് സ്റ്റേ ചെയ്തൊക്കെ പോകാനാ താല്പര്യം എന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് സ്റ്റേ ചെയ്തിട്ട് പോകാനൊക്കെ താല്പര്യം എന്നുണ്ടെങ്കിൽ ഇവിടെ ഹോം സ്റ്റേസ് ഒക്കെ ഉണ്ട്. വരുന്ന വഴിക്കും ഏതൊക്കെയോ ഹോം സ്റ്റേസ് കണ്ടായിരുന്നു. പിന്നെ ഇവിടെ ആയിട്ട് കുറച്ച് വലിയ ഏതോ ഹോം സ്റ്റേ ഉണ്ടെന്ന് തോന്നുന്നു, അവിടെ എഴുതി വെച്ചേക്കുന്ന കണ്ടു. നമ്മളിപ്പോൾ ഇന്ന് വൈകുന്നേരം ഈ ഒരു സമയം സൂര്യാസ്തമയമൊക്കെ കഴിയുമ്പോഴത്തേക്കും തിരിച്ചു മടങ്ങും. ഇവിടെയുള്ള ആൾക്കാർക്കും പല സ്ഥലങ്ങളും ചോദിച്ചാൽ അറിയില്ല കേട്ടോ. ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സ്ഥലങ്ങൾ മാത്രമാണ് നമ്മൾ ഈ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ഇവിടുത്തെ ആൾക്കാർക്കും അറിയും. അവരങ്ങനെ സ്വന്തം നാട്ടിൽ എക്സ്പ്ലോർ ചെയ്യാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ടാകും. അപ്പോൾ ഞങ്ങൾ ഏതെങ്കിലുമൊക്കെ സ്ഥലത്ത് ഇങ്ങനെ നടന്നുകൊണ്ട് പറയാം. നമ്മളിങ്ങനെ ഏതെങ്കിലും സ്ഥലത്തോണ്ടൊക്കെ പോകുമ്പോഴത്തേക്കായിരിക്കും ഇന്ന സ്ഥലം എവിടെയാണ് ചേച്ചി ചേട്ടാ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് അങ്ങനൊരു സ്ഥലം ഇവിടെ ഉണ്ടോ അറിയില്ല എന്ന് പറയും. അപ്പോൾ നമ്മളത് കണ്ടുപിടിച്ചിട്ടാണ് ഓരോ സ്ഥലങ്ങളിൽ ചിലപ്പോൾ ചെല്ലുമ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്.
ഏകദേശം സന്ധ്യ ആവുന്നതിന് മുന്നേ തന്നെ ഇവിടെ ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ 9 മണി വരെ ഉണ്ടെന്നല്ലേ പറഞ്ഞേ? 9 മണി വരെ മേളിലേക്ക് കയറാം. 9 മണി വരെ ഇവിടെ മുകളിലേക്ക് കയറാൻ പറ്റും. 10 തിരിച്ചിറങ്ങണം. 10 തിരിച്ചിറങ്ങണം. അപ്പോൾ ഇവിടെ ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈ രാത്രി ഇച്ചിരി ഇരുട്ടായാലും ആൾക്കാർക്ക് തിരിച്ച് മടക്കേണ്ടവർക്ക് സുഖമായിട്ട് ഇറങ്ങി പോകാൻ വേണ്ടി ലൈറ്റ്സ് ഒക്കെ ഇപ്പോൾ ആ സെക്യൂരിറ്റി ഒന്ന് ഓൺ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലെത്തിയിരിക്കുകയാണ്. നേരത്തെ ഇവിടെ ഇതുപോലെയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് ക്ലോസ് ചെയ്തിട്ടിരിക്കുക. എല്ലാം നശിച്ചു പോയി. ഇപ്പോൾ എന്താ ഇല്ലാത്തതെന്ന് അറിയില്ല. മെയിൻറ്റെയിൻ ചെയ്യാത്തതുകൊണ്ട്. ശരിയാ, നശിച്ചു പോയിട്ടോ. അതുണ്ടെങ്കിൽ നല്ലതായിരുന്നല്ലേ, ആ കറക്റ്റായിട്ട് ആ വ്യൂ അവിടെ നിന്ന് കാണുമ്പോൾ ഭയങ്കര ഭംഗിയായിരിക്കും. പക്ഷെ ഇപ്പോൾ വർക്കിംഗ് അല്ല. നല്ല കാറ്റല്ലേ നടന്നിങ്ങനെ കയറുമ്പോൾ, അതുകൊണ്ട് വേർത്തില്ല നമ്മള്. ഫുൾ ടൈം തണുപ്പുള്ള കാറ്റായ കാരണം വേർക്കാതെ കണ്ടില്ലേ നന്നായിട്ടിരിക്കുന്നുണ്ട്. നേരത്തെ ഇവിടെ കടകളൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം പൂട്ടിപ്പോയി. എല്ലാം പൂട്ടി. നമ്മളെ ടൂറിസ്റ്റ് വകുപ്പ് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാത്തതുകൊണ്ടാണ്. എല്ലാം ഉണ്ടാക്കിയിടും, പക്ഷേ മെയിൻറ്റെയിൻ ചെയ്യുക പ്രശ്നം. ആൾക്കാർ വരുന്നതല്ലേ, അപ്പോൾ ഈ ഇതൊക്കെ നന്നായിട്ടൊന്ന് മെയിൻറ്റെയിൻ ചെയ്യാന്നുണ്ടെങ്കിൽ ഇവിടുത്തെ കടക്കാർക്കും നല്ല കച്ചവടവും കാര്യങ്ങളൊക്കെ കിട്ടുമായിരുന്നു. അതെ, ഏതായാലും ഇപ്പോൾ 1 കോടി രൂപ അനുവദിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് നമ്മൾ ഏത് ടൂറിസ്റ്റ് സ്പോട്ടിൽ പോയാലും ഇതുപോലെ കടകളൊക്കെ ഉള്ള സ്ഥലത്ത് എല്ലാം ഫുൾ തിരക്കാണ്. നല്ല നല്ല രീതിയിൽ ബിസിനസ് നടക്കുന്ന കടകളാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ. കാരണം ഇവിടെ വേറെ അടുത്ത് റെസ്റ്റോറൻറ്റ് ഒന്നുമില്ല. എന്തെങ്കിലുമൊക്കെ കഴിക്കാനൊക്കെ തോന്നൂല. 4D വരെ കേട്ടിരുന്നു, പക്ഷേ 16D ആദ്യമായിട്ടാണ്. ആണോ? അതുമില്ല, അതും പൂട്ടിന്ന് തോന്നുന്നു. ഉച്ച സമയത്തൊക്കെ വന്നാലും വെയിലൊക്കെ ആണെങ്കിൽ ഈ മരങ്ങളുടെ ചോട്ടിലിരിക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി ബെഞ്ചുകളൊക്കെ ഇട്ടിട്ടുണ്ട്. നോക്കും, ഒരുപാട് ഇട്ടിട്ടുണ്ട്. അത് കാണിക്കണ്ട. കാണത്തില്ലല്ലോ. എന്ത് മേഘങ്ങൾക്കിടയിലൂടെയാണോ പോണേ? കാണാൻ പറ്റുന്നില്ല. നല്ല സുഖമല്ലേ ഇവിടെ വന്നപ്പോ? അങ്ങോട്ടേക്ക് ഇല്ലാന്ന് തോന്നുന്നു. ഉണ്ട് ഇല്ല. അവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ട്. അതാ ലാസ്റ്റ് തോന്നുന്നു. ഇവിടം വരെ ഉള്ളൂ.
ഇരിക്കാൻ ആൾക്കാർക്ക്. സംരക്ഷണ വേലി ഉണ്ടായിരുന്നു. സൺസെറ്റ് 6. ദേ ഈ കാണുന്ന ആക്ടിവിറ്റീസ് എല്ലാം ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ്, ഒക്കെ പൂട്ടിപ്പോയി. പക്ഷെ ഇവിടെ ഇതൊന്നും ഇല്ലെങ്കിലും വന്നിരിക്കാൻ കൊള്ളാം. നല്ല സുന്ദരമായിട്ടുള്ള കാറ്റുണ്ട്, നല്ല തണുത്ത കാറ്റ്. സൂര്യൻ എവിടെ പോയി? സൂര്യൻ നല്ല കാറ്റല്ലേ? സൂര്യൻ പോയി. അവിടെ മഞ്ഞ് കയറി വരുന്നുണ്ടോ? ഇത്തിരി കഴിഞ്ഞ് ഇറങ്ങാമല്ലോ. അപ്പോൾ നമുക്കിവിടുന്ന് പോകാനുള്ള സമയമായിരിക്കുക കേട്ടോ. സന്ധ്യയായി. ഇവിടെ ഇപ്പോഴും ലൈവാണ്. ആൾക്കാർ ഒരുപാട് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒത്തിരി ആൾക്കാർ ഇപ്പോഴും ഫാമിലിയോടെ വന്നിട്ടും കുട്ടികളോട് നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോഴും മുകളിലേക്ക് കയറി പോയിട്ടുണ്ട് ഒരുപാട് പേര്. അപ്പോൾ നമ്മൾ പതുക്കെ താഴെ ഇറങ്ങി ഇപ്പോൾ ഒരു ചായയൊക്കെ കുടിച്ച് ഇവിടുന്ന് പതുക്കെ ഇറങ്ങാനുള്ള ഒരു പരിപാടിയാണ്. കുറച്ചായി നമ്മളിവിടെ വന്നിട്ട്, കുറച്ച് നേരമായി. അപ്പോൾ ഇപ്പോഴും നല്ല തണുത്ത കാറ്റിങ്ങനെ വീശിക്കൊണ്ടിരിക്കുക കേട്ടോ. വൈകുന്നേരം ഇപ്പം ഈ ഒരു സമയമായപ്പോഴത്തേക്കും കാറ്റിൻ്റെ ആ ഒരു ശക്തിയൊക്കെ കൂടി. നല്ല രസമുണ്ട്. നമ്മൾ വെറുതെ കുറേ നേരം അവിടെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഇപ്പോൾ താഴേക്ക് ഇറങ്ങി നമ്മൾ പതുക്കെ പോകാനുള്ള പ്ലാനാണ്. അപ്പോൾ ഈ കണ്ണൂരൊക്കെ ഉള്ളവർ ഉറപ്പായിട്ടും വിസിറ്റ് ചെയ്യണം ഈ ഒരു സ്ഥലം. പിന്നെ ഇതുവഴി പാസ് ചെയ്യുന്നവരും നിങ്ങൾക്ക് ഉറപ്പായിട്ടും വന്നാൽ ഇഷ്ടപ്പെടും. ഒരുപാട് ആൾക്കാർ വരുന്ന ഒരു പ്ലേസാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഉറപ്പായിട്ടും വരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്, ഞാൻ സജസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.